ഹായ് ബിഗ് ബോസ് സീസൺ 7-ൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് 11 പേരാണ്. ഇവർക്ക് അൺഒഫീഷ്യൽ പോളിൽ എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 11 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അത് ആരൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി പറയാം. സാബ്മാൻ, അഭിലാഷ്, ആര്യൻ, ബിന്നി, ജിസൈൽ, അക്ബർ, ലക്ഷ്മി, ജിഷിൻ, ആദില, ഷാനവാസ്, അനീഷ്. ഇവരാണ് ആ 11 പേർ. ഇവർക്ക് അൺഒഫീഷ്യൽ പോളിൽ എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത്, ആരാണ് മുന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഷാനവാസ് ആണ്. വളരെ മികച്ച രീതിയിലാണ് ഷാനവാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1-ാം സ്ഥാനം ഷാനവാസിനാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ മുന്നിലാണ് ഷാനവാസ്. 2-ാം സ്ഥാനത്ത് അനീഷാണുള്ളത്. വോട്ടിംഗ് തുടങ്ങിയ ആദ്യ സമയങ്ങളിൽ അനീഷായിരുന്നു നമ്പർ 1. പക്ഷെ പിന്നീട് ആ സ്ഥാനം ഷാനവാസ് കൈയടക്കുകയായിരുന്നു. അനീഷ് താഴേക്ക് പോയി. പക്ഷെ എന്നിരുന്നാലും അനീഷും ഷാനവാസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അനീഷ് കുറച്ചുകൂടി താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഷാനവാസിനെ അപേക്ഷിച്ച് അനീഷിന് നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 3-ാം സ്ഥാനത്ത് ആദിലയാണുള്ളത്. ആദില ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത്യാവശ്യം വോട്ട് ആദില പിടിക്കുന്നുണ്ട്. പുറത്ത് കുറച്ച് നെഗറ്റീവ് ആണെങ്കിലും പക്ഷേ ആദിലയ്ക്ക് വോട്ട് വരുന്നുണ്ട്. ആദിലയാണ് ഇപ്പോൾ 3-ാം സ്ഥാനത്ത്. 4-ാം സ്ഥാനത്ത് ജിഷിനാണുള്ളത്. ജിഷിനും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട്. 5-ാം സ്ഥാനത്ത് ലക്ഷ്മിയും ജിഷിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഏകദേശം അടുത്തടുത്താണ്. എപ്പോൾ വേണമെങ്കിലും ജിഷിനെ മറികടന്ന് ഈ പറയുന്ന ലക്ഷ്മി 4-ാം സ്ഥാനത്ത് വന്നേക്കാം. 6-ാം സ്ഥാനത്ത് അക്ബറാണുള്ളത്. അക്ബറിന് വോട്ട് വലിയ കാര്യമായിട്ട് കയറുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. ഇപ്പോൾ 6-ാം സ്ഥാനത്താണ്. 7-ാം സ്ഥാനത്ത് ജിസൈലാണ്. ജിസൈലിന് ഇപ്പോൾ പഴയ പോലെ വോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ല. ആദ്യ ആഴ്ചകളിൽ ജിസൈൽ നോമിനേഷനിൽ വരുമ്പോൾ അത്യാവശ്യം വോട്ട് പിടിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത്രയ്ക്കും വോട്ട് ജിസൈൽ പിടിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന 7 പേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ഇവർക്ക് വോട്ട് വന്നിട്ടുണ്ട്. ഇനി 8-ാം സ്ഥാനം. 8-ാം സ്ഥാനത്ത് ബിന്നിയാണുള്ളത്. ബിന്നിക്ക് വോട്ട് കുറയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിന്നി താഴേക്ക് പോകുന്നു. ഇപ്പോൾ 8-ാം സ്ഥാനത്താണ് ബിന്നി ഉള്ളത്. 9-ാം സ്ഥാനം, അവിടെ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. അവിടെ സാബുമാൻ കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആര്യനെ പിന്തള്ളി സാബുമാൻ ഇപ്പോൾ 9-ാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു. 10-ാം സ്ഥാനം ആര്യനാണ്. ആര്യന് വോട്ട് കുറഞ്ഞു കാണുന്നു. പക്ഷെ ഇപ്പോൾ ആര്യൻ ഭേദപ്പെട്ട രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻ ബേസ് കൂടേണ്ടതാണ്. പക്ഷെ ആര്യന് വോട്ട് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏറ്റവും അവസാനം അവിടെ അഭിലാഷ് തന്നെയാണ്. അഭിലാഷിന് വളരെ വോട്ട് കുറവാണ്. പ്രേക്ഷകർ അഭിലാഷിനെ കൈയൊഴിഞ്ഞു എന്ന് തന്നെ കരുതേണ്ടി വരും. ഇപ്പോൾ ഇതാണ് അൺഒഫീഷ്യൽ പോളിലെ അവസ്ഥ. 1-ാം സ്ഥാനം ഷാനവാസ്, 2-ാം സ്ഥാനം അനീഷ്, 3-ാം സ്ഥാനം മാദില, 4-ാം സ്ഥാനം ജിഷിൻ, 5-ാം സ്ഥാനം ലക്ഷ്മി, 6-ാം സ്ഥാനം അക്ബർ, 7-ാം സ്ഥാനം ജിസൈൽ, 8-ാം സ്ഥാനം ബിന്നി, 9-ാം സ്ഥാനം സാബുമാൻ, 10-ാം സ്ഥാനം ആര്യൻ, 11-ാം സ്ഥാനം അഭിലാഷ്. ഈ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 7 സ്ഥാനക്കാർ എന്തായാലും പുറത്താവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ബാക്കിയുള്ള 4 പേർ ബിന്നി, ആര്യൻ, സാബുമാൻ, അഭിലാഷ്, ഇവരിൽ നിന്നും ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പടിയിറങ്ങാൻ സാധ്യത കൂടുതലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.